ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവര് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം അത് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ, പിന്നെ കമന്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് നമുക്ക് പല ടോപ്പിക്സ് പറ്റി സംസാരിക്കണമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് സ്പോർട്സിലൂടെ തുടങ്ങാം. ഷുവർ. അതിനു മുമ്പ് വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് പറയാനുണ്ട്, ടോപ്പിക് പറയാനുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ പുതിയൊരു ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബിൽ 2024 അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാല് എന്നെ പോലുള്ളവരും ഏത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്ലോഗേഴ്സും ഈവൻ പോസ്റ്റ് ഇടുന്നവരും ഒക്കെ ഇതിന്റെ കീഴിൽ വരും. എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററുടെ രജിസ്റ്റർ ചെയ്യണം. ഞാനൊക്കെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ, പൊതുവെ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിനെ അല്ലെങ്കിൽ അതിന്റെ പോളിസികളെ ഒക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്താല് ഫൈൻ ഉണ്ടാവും. സംഭവം എന്ന് പറഞ്ഞാൽ പേടിയാവും. ഇപ്പൊ 50 ലക്ഷം രൂപയാണ് ആദ്യത്തെ വയലേഷൻ. 50 ലക്ഷം രൂപ ചെയ്യുമ്പോൾ നമ്മൾ എന്തുമായിരിക്കും, ഉണ്ടായിരിക്കും അങ്ങ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയത്തില്ല ഇനി വരും കാലങ്ങളിൽ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇനി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് ഭയങ്കര കഷ്ടമാണ്. നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. തന്നെ ഇപ്പം പറയാൻ പറ്റും, അന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. സോ ജനാധിപത്യത്തിന്റെ എന്താ പറയുക, കത്തി വെക്കുന്ന ഒരു സംഭവമാണ് ഇത്. പാസ്സായി എടുക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും സുപ്രീം കോടതി, ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഇത് ചെയ്യുന്ന ഒരു ഇതായതുകൊണ്ട് സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ ഇവർക്ക് മെജോറിറ്റി അങ്ങനെ രാജ്യസഭയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. പാസ്സാകാൻ പറ്റാതിരിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ വിഷയം, നമ്മുടെ സ്പോർട്സിലേക്ക് വരാം. അതെ, അപ്പം ആദ്യം നമുക്ക് നമ്മുടെ വെനീസ് ഫൊഗോട്ടയെ പറ്റി തന്നെ സംസാരിക്കാം. അൺഫോർച്ചുനേറ്റ്, വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ ആ ഫൈനൽസിൽ എത്തിയതിനു ശേഷം അവർ ആ 100 ഗ്രാം കൂടിയതിന് ഡിസ്ക്വാളിഫൈ ആയി പോയ ഒരു റെസ്ലറാണ്. കഷ്ടം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി അവരുടെ അപ്പീല് ഈ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിന്റെ മുമ്പിലുണ്ട്. 13-ാം തീയതിയാണെന്ന് തോന്നുന്നു അവർ വെർഡിക്റ്റ് കൊടുക്കുന്നത്. ആ വെർഡിക്റ്റ് അവർക്ക് ഫേവറബിൾ ആയിരിക്കട്ടെ. ഗോൾഡ് കൊടുത്തില്ലെങ്കിലും സിൽവറെങ്കിലും കൊടുക്കണം, ബിക്കോസ് ഒരു ഫൈനലിൽ എത്തിയതാണല്ലോ. അല്ലെങ്കിൽ അതൊരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറും. കാര്യം ഈ വേ ചെയ്യുന്ന മെഷീൻസിന് തന്നെ ടോളറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിന് 50 kg 100 ഗ്രാം എന്ന് പറയുന്ന ഒരു ടോളറൻസ് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒളിമ്പിക്സ് അതോറിറ്റീസ് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കേണ്ടതാണ്. ഇതിനല്ല പല കാര്യങ്ങളും. എനിവേ, ഇതിനകത്ത് വേറെ 2 കാര്യങ്ങൾ നമുക്ക് ടച്ചപ്പ് ചെയ്യണം. ടച്ചപ്പ് ഓൺ ചെയ്യണം. അതായത് ഒന്ന്, ഈ ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന പഴയ റെസ്ലേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അഗൻസ്റ്റ് ആയിട്ട് ഈ സെക്ഷൽ അസോൾട്ടിന് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അതിനഗൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സിലും അതിനായിട്ടുള്ള പ്രൊട്ടസ്റ്റിലും ഒക്കെ ഈ വിനേഷും പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് അവർക്ക് ഭയങ്കര അൺസർട്ടൻറ്റി ആയിരുന്നു. ഇവർ ആക്ച്വലി നേരത്തെ അടുത്ത സമയത്ത് 53 kg മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 53 kg അവർക്ക് എൻട്രി കിട്ടുമോ എന്നൊക്കെയുള്ള സംശയത്തിലാണ് 50-ൽ പോയെന്നാണ് പറയുന്നത്. അപ്പൊ 50-ൽ അതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അല്ലെ 53-ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമായിരുന്നോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി അതൊരു ഫാക്ടാണ്. പിന്നെ അതുപോലെ ഈ പോയ ഇവരുടെ കൂടെ പോയ മെഡിക്കൽ ടീമിനകത്ത് ന്യൂട്രീഷൻസോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസോ ഇല്ലായിരുന്നു. ഓർത്തോപീഡിക് സർജൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അത് സത്യമാണെന്നുണ്ടെങ്കിൽ അതൊരു പാകപ്പിഴ തന്നെയാണ്. കാര്യം ഇതുപോലുള്ളൊരു ഈവന്റ്, അതായത് വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ന്യൂട്രീഷനിസ്റ്റും ഡയറ്റീഷ്യനും ഇല്ലാത്ത ഒരു കണ്ടിജന്റ് ആയിരുന്നെങ്കിൽ അത് എന്തോ ഒരു പാകപ്പിഴയാണ്. അത് അറിഞ്ഞാണോ അറിയാതെയാണോ അത് സംഭവിച്ചതെന്ന് അന്വേഷണം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. അപ്പൊ അത് എന്തായാലും അത് നല്ലതായി, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള വിധി CAC വരുന്നുവെന്ന് തന്നെ വിശ്വസിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമ്മുടെ ഹോക്കി ടീം ബ്രോൺസ് കിട്ടി.
ആ ബ്രോൺസ് കിട്ടുന്നതിൽ വളരെ മുഖ്യ പങ്ക് വഹിച്ച ഒരാൾ ഒരു മലയാളിയാണ്, PR ശ്രീജേഷ് എന്ന് പറയുന്ന 18 വർഷമായി ഗോൾ കാക്കുന്ന ആള്. പുള്ളി ഈ അതായത് ഈ ബില്ലിനകത്ത് ഭയങ്കര പോണെന്ന് പറഞ്ഞാൽ ഈ UK-യുമായിട്ടുള്ള ഐ മീൻ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളിയില് 2 പെനാൽറ്റി ഷൂട്ടോടി പോയ ഗെയിമിലെ 2 പെനാൽറ്റി സേവ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ വരാൻ പറ്റിയതും ഈ ബ്രൗൺസ് ഒക്കെ നേടാൻ പറ്റിയതും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് കുഡോസ് ടു ദ ടീം, കുഡോസ് ടു PR ശ്രീജേഷ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇതുപോലുള്ള ഹോക്കി അതേപോലുള്ള ക്രിക്കറ്റ് അല്ലാത്ത ഈവന്റ്സുകളിലെ മത്സരങ്ങളിലെ ഗെയിമുകളിലെ സോളോ ആയാലും ഗെയിമുകളായാലും ഇതിനകത്തൊക്കെ അവർക്ക് അവരുടെ അർഹിക്കുന്ന പോപ്പുലാരിറ്റി അല്ലെ അവർക്കുള്ള അതിനുള്ള അർഹിക്കുന്ന ഗ്ലാമർ, അർഹിക്കുന്ന പണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗുണം ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഇത് തന്നെ ഇതുപോലുള്ള ഒരു വിജയം ക്രിക്കറ്റ് ടീമിലായിരുന്നെങ്കിൽ ഈ ഇന്ത്യ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്തേനെ. പക്ഷെ ഇത് ആരും അറിഞ്ഞുപോലും ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇതില് മറ്റുള്ള സ്പോർട്സുകള് ഒന്നും വളരത്തില്ല ഇന്ത്യയില്. അതും ഗവൺമെന്റ് ആയാലും അതോറിറ്റികളായാലും ജനങ്ങളായാലും ആരും ഈ മറ്റുള്ള സ്പോർട്സിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിലേക്ക് പുതിയ ടാലന്റുകൾ വരിക, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കിട്ടുക, അവർ വലുതാവുക, ഒന്നും നടക്കുന്ന കാര്യമില്ല. എല്ലാവരും ക്രിക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ക്രിക്കറ്റിൽ ഇപ്പൊ എന്താ വരുന്നത്, അതുകൊണ്ട് ഓവർഫ്ലോ ഓഫ് ടാലന്റ് ആണ്. അതായത് ഒരു 11 ടീമിനെ എടുക്കണമെങ്കിൽ 110 ആൾക്കാരുണ്ടെന്നുള്ളൊരു സ്ഥിതിയാണ്. ഇതൊക്കെ ആൾക്കാർ വേറെ സ്പോർട്സുകളിലൊക്കെ നല്ല പ്രോസ്പെക്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് അവിടോട്ടൊക്കെ പോകേണ്ടവരാണ്. പക്ഷെ അത് കഷ്ടമാണ് ആക്ച്വലി. അപ്പൊ അതിന്റെ ഏറ്റവും വലിയത് അതിന്റെ റിസൾട്ട് ആണ് നമ്മളെ ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യമായ നമുക്ക് ഒരു സിംഗിൾ ഗോൾഡ് പോലും ഈ പാരീസ് ഒളിമ്പിക്സിൽ കിട്ടിയില്ല എന്നുള്ളതാണ് അല്ലെ. അതാണ്. ഇനിയും ക്രിക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ സഞ്ജു സാംസനെ പറ്റി നമ്മൾ 3 എപ്പിസോഡിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ സഞ്ജു സാംസനോട് കാണിക്കുന്ന അനീതിയെ പറ്റി തന്നെയാണ് പറഞ്ഞിരുന്നത്. അത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും അവസാനം കളിച്ച ODIയില് സെഞ്ചുറി, ഒരു മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടി, അതായത് അത് സൗത്ത് ആഫ്രിക്ക അഗൻസ്റ്റ് സൗത്ത് ആഫ്രിക്കയെ നേടിയ സഞ്ജു സാംസനെ ODIയില് ശ്രീലങ്കയ്ക്ക് എതിരായിട്ട് എടുത്തിട്ടില്ല. ശ്രീലങ്ക അഗൻസ്റ്റുള്ള കളിയിൽ മറ്റുള്ളവരെയൊക്കെ എടുത്ത് സീരീസ് പൊളിഞ്ഞ് പാസ്സായി. അതിനകത്ത് ഈ അയ്യലിന്റെ സഞ്ജുവിന്റെ കോമ്പറ്റീഷൻ KL രാഹുലും പന്തും ഒക്കെ വിക്കറ്റിന്റെ മുമ്പിലും ഒന്നും ചെയ്തില്ല, പുറകിലും ഡിസാസ്റ്റർ ആയിരുന്നു. പക്ഷെ അവർക്കൊക്കെ വീണ്ടും ചാൻസ് കൊടുക്കും. അതാണ് കഷ്ടം. അതായത് പന്തൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓൺ ഫീൽഡും ഓഫ് ഫീൽഡും പിന്നെ എന്താ പറയുന്നത് ഈ ലക്കി ആയിട്ടുള്ളതാണ് അതായത് ഈ മിക്കവാറും ഉള്ള സ്കോറുകളിലെല്ലാം എത്ര ലൈഫ്സ് ആണ് അയക്ക് കിട്ടുന്നത്. അതുപോലെ എത്ര പരാജയപ്പെട്ടെന്ന് പറഞ്ഞാലും അവർ പന്തിനൊക്കെ വീണ്ടും വീണ്ടും വരും. അതേസം സഞ്ജു ഒരു 2 ഡക്ക് അടുപ്പിച്ചായെന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ തകർന്നു പോകുന്ന ആദ്യമായിട്ടും ഡക്കായെന്നുള്ള മട്ടിലാണ് ഇവിടുത്തെ അതോറിറ്റീസും ട്രോൾസും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ഡക്കായ സൂര്യകുമാറിന് T20യുടെ ക്യാപ്റ്റനാകാം. വേൾഡ് കപ്പിൽ ഡക്കായ പന്തിന് ഒരു പ്രശ്നമില്ലാതെ കളിക്കാം. മനസ്സിലായില്ലേ? അപ്പം സഞ്ജു മാത്രമേ ഉള്ളൂ പ്രശ്നം. സഞ്ജുവിന് വല്ല ഓണത്തിനോ സംക്രാന്തിക്കും ഒക്കെ കിട്ടുന്ന വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു കളി കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത കളിയിൽ ഔട്ടാണ്. ഇപ്പം തന്നെ T20യുടെ വേൾഡ് കപ്പിനകത്ത് വാമപ്പ് മാച്ചില് കളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരൊറ്റ ഇതിൽ പോലും കളിച്ചില്ല. പന്തിനെ മുഴുവൻ കളിപ്പിച്ചു. പന്തിന്റെ കളിയാ കളിച്ചത് എനിക്കറിയത്തില്ല. പന്തിന്റെ കോൺട്രിബ്യൂഷൻ എന്തുമായിരുന്നു. ഇതൊരു വല്ലാത്ത ഒരു ഇത്രയും അൺഫോർച്ചുനേറ്റ് ആയിട്ട് ക്രിക്കറ്റ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള സംശയമാണ്. 29 വയസ്സായ അയാൾക്ക് ഇനിയെങ്കിലും അയാൾ അർഹിക്കുന്ന നീതി കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇപ്പോൾ ഈ ബംഗ്ലാദേശിലാകെ പ്രശ്നങ്ങളാണല്ലോ. എന്താണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ? അവിടുത്തെ പ്രശ്നം അൺഎംപ്ലോയ്മെന്റ് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജോബ്ലെസ് ഗ്രോത്ത്. അതാണ്. അപ്പം അവിടെ എന്താ ഇപ്പൊ സംഭവിക്കുന്നത് വെച്ചാല് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ അവിടെ ഭയങ്കര കോട്ടയാണ്. ഗവൺമെന്റ് ജോബുകളില് 56% റിസർവേഷനാണ്. അതിനകത്ത് ഈ 56-ൽ 30%-ഓളം ഈ 1971 ലിബറേഷൻ വാറില്ലേ, പാകിസ്ഥാനുമായിട്ട് വിഭജന സമയത്ത് നടന്ന വിഭജനത്തിനകത്ത് നടന്ന അന്ന് ഇതിൽ ഉണ്ടായിരുന്ന സൈനികരുടെ ബന്ധുക്കൾക്ക് പിൻതലക്കാർക്ക് 30%-ആണ്
റിസർവേഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ബാക്കി 44% അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ, ജനറൽ ആയിട്ടുള്ള ആൾക്കാര് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവസരങ്ങൾ കുറവാണ്. അപ്പൊ അതിന് അഗൻസ്റ്റ് ആയിട്ടാണ് കാര്യം. അത് വേറെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഇത് ഇത്രയും പ്രശ്നമാകത്തില്ല. ഇപ്പം ഈ ബംഗ്ലാദേശ് ആക്ച്വലി ഹസീന ഷെയ്ഖിന്റെ കീഴിൽ നല്ല എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായ ഒരു രാജ്യമാണ്, GDP ഒക്കെ. പക്ഷെ ജോബ് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ ഈ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോബ്ലെസ് ഗ്രോത്ത് ഉള്ള പല രാജ്യങ്ങളും ഉണ്ട്. ആ രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ലേൺ ചെയ്യേണ്ട ഒരു പഠിക്കേണ്ട പാഠമാണ്. ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യം, ഗ്രോത്ത് ചില ആൾക്കാരെ മാത്രം ബെനിഫിറ്റ് ചെയ്യുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് അത് ജനങ്ങളെ, സാധാരണ ജനങ്ങളെ, എല്ലാ തട്ടിലുള്ള ആൾക്കാർക്കും അത് ഗുണകരമായെങ്കിൽ മാത്രമേ അത് ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങള് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പ്രൈം മിനിസ്റ്റർ ഹസീന ഷെയ്ഖ് രാജിവെച്ചു, അവര് ആ രാജ്യം വിട്ടുപോയി. ഇപ്പം മിലിറ്ററിയുടെ കൺട്രോളിലാണ്. മിലിറ്ററി മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന നോബൽ എക്കണോമിസ്റ്റ്, നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള എക്കണോമിസ്റ്റിന്റെ കീഴിൽ ഒരു ഇന്ററിം ഗവൺമെന്റ് ഉണ്ട്, മനസ്സിലായത്. പക്ഷെ മിലിറ്ററിയുടെ കീഴിലാണ്. ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പൊ ഈ ജോബ്ലെസ് ഗ്രോത്തിൽ നിന്ന് പാഠം പഠിക്കുന്ന വേറൊരു കാര്യങ്ങളുണ്ട്. അവിടെ ഹിന്ദു മൈനോറിറ്റീസിന് അഗൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരെ കണവാനം ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്, അപലപനീയമാണ്. പക്ഷെ ഇത് വേറൊരു പാഠമാണ്. അതായത് ഓരോ രാജ്യത്തും ഓരോ റിലിജിയൻ ഉണ്ട്. ഇപ്പം ക്രിസ്ത്യൻസ് ചിലയിടത്ത് മെജോറിറ്റി ആയിരിക്കാം, ഹിന്ദുസ് ആയിരിക്കാം, മുസ്ലിംസ് ആയിരിക്കാം. പക്ഷെ അവിടെ എല്ലാം വേറെ മൈനോറിറ്റികൾ കാണും. എക്സെപ്റ്റ് വളരെ ഇപ്പം ചില മുസ്ലിം രാജ്യങ്ങളിൽ അവരെല്ലാം ആരും കാണത്തില്ല, എന്നാലും പൊതുവെ കാണാം. അപ്പം ഈ മൈനോറിറ്റീസിനോട് ആ രാജ്യങ്ങളിലുള്ള ആൾക്കാര് മോശമായിട്ട് പെരുമാറിയാല് ഈ ആ മെജോറിറ്റി വേറൊരിടത്ത് മൈനോറിറ്റി ആകുന്നിടത്ത് അവർക്ക് ഇതുപോലെ ഫെയർ ആയിട്ടുള്ള ഡീല് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് അവിടെയും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും അവരുടെ ഉള്ള മൈനോറിറ്റികളോട് മര്യാദയ്ക്കും നല്ല രീതിയിലും പെരുമാറിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള ആ ഓരോ രാജ്യത്തുള്ള മെജോറിറ്റികൾക്കും മറ്റുള്ള രാജ്യങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാകാം. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. എന്താണ് ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് എക്സെപ്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്? അതൊരു ഫണ്ടമെന്റൽ ഇതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ് അത് ആക്ച്വലി. അതിപ്പോ ഈ ഡൽഹി ഡെപ്യൂട്ടി CM മനീഷ് സിസോദിയ ജയിലായിരുന്നു. അപ്പം അയാളുടെ അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷനിലാണ് ഈ പ്രിൻസിപ്പിൾ വീണ്ടും സുപ്രീം കോടതി പറഞ്ഞത്. കാര്യം ഹൈക്കോർട്ടും ട്രയൽ കോർട്ടും ഒക്കെ ഈ ജാമ്യം നിഷേധിച്ചു. അപ്പൊ പറഞ്ഞത് ഈ ജയില് എന്ന് പറയുന്നത് ഇപ്പം അതൊരു റൂൾ അല്ല, ഒരു എക്സെപ്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ബെയിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ജയിലിൽ വിടാൻ പാടുള്ളൂ. അതാണ് എക്സെപ്ഷണൽ കേസ് മാത്രമേ ജയിലിൽ വിടാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹൈക്കോർട്ടും ഹൈക്കോർട്ടും ഒക്കെ ചെയ്യുന്നത് ഇയാളെ എങ്ങനെ ബെയിൽ കൊടുക്കാതിരിക്കാമെന്നാണ്. തിരിച്ചാണ് എങ്ങനെ അയാളെ ജയിലിൽ വിടാതിരിക്കാമെന്നാണ് നോക്കണം. അതാണ് അതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. പക്ഷെ അപ്പം ഇപ്പൊ ഈ മിനിസ്റ്റർ 17 മാസമായിട്ട് ഇവിടെ കിടക്കുന്നു. ഇപ്പം ഇത് ബെയിൽ കിട്ടിയാൽ തന്നെ അദ്ദേഹത്തിന് 17 മാസമാണ് നഷ്ടപ്പെട്ടത്, ഒരു ട്രയൽ ഇല്ലാതെ. അങ്ങനെ അനേകായിരം ആൾക്കാര് ഇന്ത്യയുടെ പല ജയിലുകളിലും ഇങ്ങനെ ട്രയൽ നടത്താതെ മാസങ്ങളും വർഷങ്ങളുമായിട്ട് കിടക്കുന്നു. പല ആൾക്കാര് അവിടെ കിടന്ന് മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ആ സ്റ്റെൻസാമി എന്ന് പറയുന്ന ആള് അവിടെ കിടന്ന് മരിച്ചുപോയി. ഇതുപോലെ അണ്ടർ ട്രയൽ ആണ്. പുള്ളിക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള കുറ്റം, അല്ലെ അതുപോലുള്ള ആൾക്കാർക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള കുറ്റം എന്താണെന്ന് തെളിയിക്കപ്പെടുന്നില്ല. കാര്യം ട്രയൽ നടക്കുന്നില്ല. അപ്പം പക്ഷെ അവരിങ്ങനെ ട്രയലിന് വേണ്ടി കാത്തവിടെ കിടക്കുകയാണ്. എന്നിട്ട് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഒന്നുകിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ അവരെ ചിലപ്പം കോടതി വെറുതെ വിടും. പക്ഷെ കോടതി വെറുതെ വിട്ടതുകൊണ്ട് ഇത്രയും വർഷം അവർ ആ ജയിലിൽ കിടന്നത് അവർക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത്രയും വർഷം അവരുടെ നഷ്ടപ്പെട്ട, അവരുടെ പേഴ്സണൽ ലൈഫിലെ, കാരിയറിലെ, അവരുടെ പബ്ലിക് ലൈഫിലൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട ആ വർഷങ്ങളെല്ലാം പോവാം. ഇപ്പം മനസ്സിലാക്കി തന്നെ ഇപ്പൊ ഈ 17 മാസം ആർക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ സുപ്രീം കോടതി തന്നെ എനിക്ക് തോന്നുന്നു ഇതിലും നേരത്തെ ഇതിനകത്ത് ഇടപെടണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതാണ് അതെ, ഇതിപ്പോ ഇങ്ങനെ ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് സംഭവിക്കാമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കാം. ഇനി മറ്റെന്തെങ്കിലും ടോപ്പിക്സ് പറയാനായിട്ടുണ്ടോ? വേറെ ചെറിയ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ ഈ ബജറ്റ് 2024 പറ്റി ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇട്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പ്രോപ്പർട്ടി, നോൺ ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, റിയൽ എസ്റ്റേറ്റ്, ഇതിലൊക്കെയുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഉണ്ടായ മാറ്റത്തെ പറ്റി പറഞ്ഞു. അപ്പൊ അന്നത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ
ഈ 20% ആയിരുന്നു ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അത് 12% അപ്പൊ നമ്മൾ പറഞ്ഞ് സന്തോഷിക്കാൻ വരട്ടെ. കാര്യം ഇൻഡെക്സേഷൻ മാറ്റി. ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച വില ഈ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പൊ നമ്മൾ 1 lakhന് 10 വർഷം മുമ്പ് വാങ്ങിച്ചാല് അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുമ്പോൾ അത് 4 ലക്ഷം അങ്ങനെ ഒരു എമൗണ്ട് ആയിരിക്കും. അത് മാറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 25 വർഷം മുമ്പ് വാങ്ങിച്ച ആ കോസ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം അതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൂടുതലായിരിക്കും. അപ്പൊ 12.5% കുറഞ്ഞാലും പഴയതിനേക്കാളും കൂടുതൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്തായാലും ഇപ്പം അത് ഇപ്പം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അമെൻഡ് ചെയ്തതനുസരിച്ചിട്ട് 12% എന്നുള്ളത് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് വെച്ചിട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് 20% കൂടുതൽ ടാക്സ് വരുവാണെങ്കിൽ അത് പേ ചെയ്യണ്ട എന്നുള്ളൊരു നിയമം ഉണ്ടാക്കും. പക്ഷെ അത് ഈ 23 ജൂലൈ 2024 മുമ്പ് വാങ്ങിച്ചിട്ടുള്ള പ്രോപ്പർട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ളത് ഈ പുതിയ നിയമത്തിലായിരിക്കും. അതായത് 12.5% വിതൗട്ട് ഇൻഡെക്സേഷൻ ആയിരിക്കും. എനിവേ ഇപ്പൊ ആസ് ഓഫ് നൗ പ്രോപ്പർട്ടികൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായിരുന്നെങ്കിൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അവസാനമായിട്ട് ഇതൂടെ പറഞ്ഞു പോവാം. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് കേട്ട വാർത്ത ഏതാണ്? ഹിൻഡൻബർഗ് ഓർമ്മയുണ്ടാവും. പണ്ട് അഡാനിക്ക് അഗൻസ്റ്റ് ആയിട്ട് അലിഗേഷൻസ് വന്നു. അഡാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ തകർന്ന് തരിപ്പണമായി. അയാൾ കണ്ടമാനം അയാളുടെ വെൽത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സെബി അന്വേഷിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും വന്നു. അതിന് അഗൻസ്റ്റ് ആയിട്ട് പിന്നെ പാർലമെന്റിലൊന്നും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒത്തിരി അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ പുതിയ ഹിൻഡൻബർഗിന്റെ അലിഗേഷൻ എന്താണെന്ന് ചോദിച്ചാല് സെബി ആയിരുന്നല്ലോ ഈ അലിഗേഷൻ ഒക്കെ അന്വേഷിക്കേണ്ട ഇതെന്ന് പറയുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സെബിയുടെ ചീഫിന് ഈ അഡാനിയുടെ ഷെൽ കമ്പനിയില് സ്റ്റേക്ക് ഉണ്ടായിരുന്നെന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. അത് ശരിയാണ്, സത്യമാണെങ്കിൽ അതൊരു ഭയങ്കര ബോംബ് ഷെല്ലാണ്. കാര്യം അതായത് കള്ളൻ കപ്പലിൽ തന്നെയൊക്കെ പറയുന്ന പോലെ ഈ അഡാനിയുടെ അഗൻസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് മര്യാദയ്ക്ക് പോകുന്നതിന് അവർക്ക് കൂടുതൽ സമയം വേണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം ഇതായിരുന്നു എന്ന് ആൾക്കാർക്ക് സംശയിച്ചു. നമുക്കറിയത്തില്ല ഇത് ശരിയാണോ എന്നുള്ള കാര്യം. പക്ഷെ ശരിയാണെങ്കിൽ എന്നുള്ള ഇതിലാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം എന്താണ് പുതിയതായിട്ട് വരുന്നത് എന്നുള്ളത്. ഇനി ഞങ്ങള് പുതിയ എപ്പിസോഡിൽ പുതിയ ടോപ്പിക്കുകളുമായിട്ട് വരുന്നതും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങൾ ഇത്രയും നേരം കേട്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.